CSKയുടെ പടയോട്ടം അതെ വീണ്ടും തുടങ്ങുകയാണ്. തിരിച്ചടികളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന CSKയുടെ ആവേശകരമായ പോരാട്ടം. അതെ, പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് കുതിക്കുമ്പോൾ ആരാധകർ ഒന്നടങ്കം ചോദിക്കുന്നു, അതെ പ്ലേ ഓഫിന് വല്ല സാധ്യതകളുമുണ്ടോ? ഇനി ഏകദേശം 5 മത്സരങ്ങളോളം CSKക്ക് ബാക്കി വരുന്നുണ്ട്. ആ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം പുറത്തെടുക്കുകയും അതുപോലെ തന്നെ ഓരോ മത്സരങ്ങളും ഫൈനൽ പോലെ കാണുകയും വിജയത്തിനായി കഠിനാധ്വാനം ചെയ്യുകയും വിജയം നേടിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം CSKക്ക് പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ CSK സ്ക്വാഡിലുള്ളത്. സഞ്ജു ഫോമിലേക്ക് തിരിച്ചു വന്നു, അതുപോലെ ഋതുരാജും അത്യാവശ്യം നല്ല ഫോമിലാണ്. എൻ്റെ ടീമിൻ്റെ ബോളിംഗ് നിരയാണെങ്കിലും അടിപൊളിയായിട്ട് പോകുന്നു. ഈ രീതിയിൽ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും CSKക്ക് പ്ലേ ഓഫ് സാധ്യത നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എതിരാളികളൊന്നും അത്ര മോശക്കാരല്ല. അതെ, ആദ്യ 5 സ്ഥാനത്തുള്ള ടീമുകൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഗിയർ മാറ്റി കളിച്ചാൽ മാത്രമേ CSKക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിൻ്റെ മികച്ചൊരു ഇന്നിങ്സാണ് കാണാൻ സാധിച്ചത്. അതെ, 87 റണ്ണാണ് കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സഞ്ജു അടിച്ചുകൂട്ടിയത്. അതുകൊണ്ടൊക്കെ തന്നെ CSKക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്, നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഓൾറെഡി മുംബൈ ഇന്ത്യൻസ് IPL നിന്ന് എലിമിനേറ്റഡ് ആയ വാർത്ത നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതുപോലെ CSK ആവാതിരിക്കട്ടെ. എന്തായാലും ധോണിയുടെ അബ്സൻസിലും നല്ല രീതിയിൽ തന്നെ പ്രകടനം കാഴ്ചവെച്ച് നല്ല മികച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് CSK കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ ആരാധകർക്കുള്ള ആകെ ഒരു സങ്കടമെന്ന് പറയുന്നത് ധോണിയുടെ അബ്സൻസാണ്. ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് അടുത്തിരിക്കുന്നു. ഏറെക്കുറെ റിട്ടയർ ആയതെന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ഇനി തിരിച്ചു വരുമെന്നും യാതൊരു പ്രതീക്ഷയുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അത് വലിയൊരു ഘടകം തന്നെയാണ് CSKക്ക്. സോ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ന്യൂസസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. സൈനിങ് ഓഫ് മിസ്റ്റർ ടോക്സ് മലയാളം.